മറ്റൊരു ദുഃഖകരമായ വാർത്ത, മ്യാൻമറിൽ നിന്ന് 500-ലധികം റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പുറപ്പെട്ട 2 ബോട്ടുകൾ മുങ്ങി എന്നുള്ളതാണ്. 500 പേർ മരിച്ചതായാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ജൂൺ അവസാന വാരമാണ് 2 ബോട്ടുകളും മ്യാൻമറിൽ നിന്ന് യാത്ര തിരിച്ചത്. സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങളും മരണസംഖ്യയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയൊക്കെ വലിയ ആശങ്ക മുന്നോട്ട് വെച്ച പശ്ചാത്തലമുണ്ട്. എന്താണ് മനു ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇത് സംബന്ധിച്ച് 2 കേന്ദ്രങ്ങളാണ് ഇത് പരിശോധിക്കുന്നത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജീസും, ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഹൈക്കമ്മീഷനുമാണ് ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നത്. ഇതിൽ 2 ബോട്ടുകൾ മുങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. മ്യാൻമറിൽ നിന്ന് ഉള്ള ബോട്ടുകളാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് മുങ്ങിയിട്ടുള്ളത്. ഇത് ഒരു ബോട്ട് ജൂലൈ 8-ാം തീയതി മുങ്ങി എന്ന വിവരമാണ് ലഭിക്കുന്നത്. മറ്റൊരു ബോട്ട് അതിന് മുൻപേയും മുങ്ങിയിട്ടുണ്ട്. ഈ 2 ബോട്ടുകളിലെ ഒരു ബോട്ടിൽ 250ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന വിവരമാണ്. ആ ബോട്ടുമായി യാതൊരു ഇപ്പോൾ ഒരു ആശയവിനിമയവും നടക്കുന്നില്ല. മറ്റൊരു ബോട്ടിൽ 280ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. അതാണ് ജൂലൈ 8-ാം തീയതി മുങ്ങിയത്. ഈ 2 ബോട്ടുകളിലെ ആളുകളുമായി ഇപ്പോൾ ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ല. ഇത് ഈ മ്യാൻമറിലെ അവിടുത്തെ പട്ടാള ഭരണത്തിനെതിരെ അല്ലെങ്കിൽ പട്ടാള ഭരണവും അവിടുത്തെ വിമത കലാപകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നൊരു സാഹചര്യത്തിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അവർ പലരും ഈ ബംഗ്ലാദേശിലെ കോക്സ് ബസാർ എന്ന ഈ അഭയാർത്ഥികളുടെ ഒരു ക്യാമ്പിലൊക്കെ വലിയ തോതിൽ ആളുകൾ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുന്നൊക്കെ ഇവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മഴ കനക്കുന്നൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് ഇവർ ഇന്തോനേഷ്യ, തായ്ലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് രക്ഷപ്പെടാൻ നടത്തിയ നീക്കമാണ് പാളിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒരു ആശങ്കയ്ക്ക് വലിയ തോതിൽ വക നൽകുന്നത്. ഈ മനുഷ്യർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മ്യാൻമറിലും ഉണ്ടായിരിക്കുന്നു. ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അവിടെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇന്തോനേഷ്യയിലേക്കോ മലേഷ്യയിലേക്കോ തായ്ലാൻഡിലേക്കോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്ന ലക്ഷ്യമാണ് അവർ നടന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയ്ക്ക് വഴി നൽകുന്ന ഒരു കാര്യം, ഇതിൽ ചില ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെന്നും അവർക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ വന്നതിൻ്റെ സ്രോതസ്സുകളുമൊക്കെ ഇന്ന് ED അന്വേഷിച്ചു. ഇന്ന് പല കേന്ദ്രങ്ങളിലും ED റെയ്ഡ് നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ 13 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.